വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ്. ഇന്നലെ മറയൂരിന്ന് വന്നിട്ട് മൂന്നാറിലേക്ക് കാണുന്ന KSRTC സ്ലീപ്പറിലാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ അതൊരു വലിയൊരു കഥയാണ്, അതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞില്ല. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷന് വട്ടവട അങ്ങനെ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. വട്ടവട നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അവിടെ ടെന്റ് അടിക്കാൻ രണ്ടാൾ സൗകര്യം ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് വട്ടവട പോകാനുള്ള പരിപാടിയിലാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ സമയത്ത് മൂന്നാറിലുണ്ട്. ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ കാലാവസ്ഥ ഒക്കെ തണുപ്പായിക്കണേ, അതുകൊണ്ടാണ് റോഡൊക്കെ നല്ല തിരക്കാണ്, അത്യാവശ്യം കൂടുതൽ ആളുകളുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് വട്ടവടയിലേക്ക് പോകാം. മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ വട്ടവട പോകുന്ന റൂട്ടിലാണ്. ഇവിടെ ഫുൾ ബ്ലോക്ക് കാണിക്കുന്നത്, റോഡ് നല്ല ബ്ലോക്കാണ്. അത് തോന്നുന്നത് ഇത് കൊടൈക്കനാൽ റൂട്ടിൽ ഇ പാസ് ആക്കിയില്ല, അപ്പോൾ കുറേ ആൾക്കാർ അതിനെ പറ്റി അറിയാതെ അപ്പോൾ മൂന്നാർക്ക് കയറിയാന്ന് തോന്നുന്നുണ്ട്. അല്ല എത്ര തിരക്കല്ല ഇവിടെ ഇത് ഈ സമയത്ത്. ചെലവില്ല, ചിലപ്പോൾ എടുക്കണ അറിയില്ല, അതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല. നമ്മുടെ ഇടത് ഭാഗത്ത് കാണാം മാട്ടുപ്പെട്ടി ഡാം. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. മഴ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് നല്ല തിരക്കാണ്, കയറിക്കാൻ പോലും ഒരു സ്ഥലം ഇവിടെ ഇല്ല. അപ്പോൾ ഇനി കുണ്ടള ഡാം, അവിടുന്ന് വന്നൊരു യാത്രക്കാരൻ ചോദിച്ചപ്പോൾ ടോപ്പ് സ്റ്റേഷൻ വരെ ഈ ബ്ലോക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അവിടുന്ന് വട്ടവട കുറച്ച് റോഡ് ഫ്രീ ആവുമെന്ന് വിചാരിക്കുക. മഴ തുടങ്ങിയിട്ടുണ്ട്, നല്ല രസമുണ്ട് ഈ റൂട്ടിലൂടെ ഇങ്ങനെ ഓടിച്ചു പോവാൻ. പച്ചപ്പൊക്കെ കണ്ട് മഴയത്ത് ഇങ്ങനെ മാട്ടുപ്പെട്ടിന്ന് ടോപ്പ് സ്റ്റേഷൻ വട്ടവട റൂട്ടിലൊരു യാത്ര അടിപൊളി എക്സ്പീരിയൻസ് ആണ് മക്കളെ. പക്ഷെ മഴ ഓവറായാൽ നമുക്ക് പണി കിട്ടും. നമ്മൾ ഡ്രസ്സ് നനയണ നല്ല പ്രശ്നം, ഷൂ നനഞ്ഞാൽ അത് ഉണങ്ങി കിട്ടുന്നില്ല. ഇതാ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ പോണ റൂട്ടിലാണ്. നല്ല മഴ പെയ്ത് ഇതാ നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പോയിട്ട് വെച്ചിട്ട് വണ്ടിക്കകത്ത് വേറെ രണ്ടാളുണ്ട്. ഇത് കാജ, ഇവൻ നിങ്ങൾക്ക് അറിയില്ല, അവനെ പിന്നെ പരിചയപ്പെടുത്തി തരാം. രക്ഷയില്ല, അടിപൊളി മഴ. നാട്ടിലല്ല ചൂടല്ലേ, രക്ഷയില്ലാത്ത മഴ. നല്ലൊരു മഴ പെയ്ത് ചോർന്ന് നല്ല തണുപ്പ്, കോടമൂടി അന്തരീക്ഷം. ഇങ്ങനെ യാത്ര ചെയ്യാനുണ്ടല്ലോ മക്കളെ, പോന്നോളിട്ടാ. മൂന്നാർ പോന്നോളി. നിങ്ങൾ വരുന്ന സമയത്ത് മഴ ഉണ്ടാകുന്നറിയില്ല. നമ്മൾ അടുത്ത വശത്ത് മാട്ടുപ്പെട്ടി ഡാം അത് അങ്ങനെ കാണുന്നു. റോഡ് അടിപൊളി, സൂപ്പർ സൂപ്പർ. എക്കോ പോയിന്റിലെത്തി. നല്ല തിരക്കാണ്, റോഡ് സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല ആളുകളുണ്ട് തോന്നുന്നുണ്ട് ഈ സമയത്ത്. ഏത് മാട്ടുപ്പെട്ടി? മാട്ടുപ്പെട്ടി നമ്മൾ വേണം ഫസ്റ്റ് കിട്ടിയ ഡാം ഉണ്ടല്ലോ. ഇത് ഇനി ഇവിടെ ഇത് എക്കോ പോയിന്റ്. ഇനി കുണ്ടള ഡാമുണ്ട്, പിന്നെ ടോപ്പ് സ്റ്റേഷൻ വരാണ്ട്, അത് കഴിഞ്ഞാൽ വട്ടവട. അങ്ങനെ നമ്മളെ വട്ടവടയിലേക്കുള്ള യാത്ര നമ്മൾ യെല്ലാപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ്, കൃഷിയും പച്ചപ്പും. അവിടെ മുകളിൽ കോട, താഴെ കൃഷിഭൂമികൾ. അത് ഇവിടുന്ന് നല്ല ഫിനിഷിംഗ് ആയി തോന്നുന്നു. അവിടെ എത്തുമ്പോൾ ഒരു നേക്ക് ഉണ്ടാവില്ല ചിലപ്പോൾ. അത് അടിപൊളി വ്യൂ. ഇവിടുത്തെ കുറച്ച് വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. നമ്മളെ കൂടെ ഒരാളുണ്ട് എന്ന് പറഞ്ഞിന്, അത് അഭിനന്ദ്. കോഴിക്കോടാണ് അവൻ്റെ വീട്. ഞങ്ങൾ മൂന്നാറിലെ KSRTC സ്റ്റാൻഡ് അവിടുന്ന് പരിചയപ്പെട്ടതാണ്.
ഓൻ ഒറ്റയ്ക്ക് നാട്ടിൽ നിന്ന് കോഴിക്കോട് നിന്ന് ബൈക്കിട്ട് മൂന്നാർ വന്നിട്ട് പുലർച്ചെ 3 മണിക്ക് കൊളുക്കുമല ട്രെക്ക് ചെയ്യാൻ പോയ ആളാണ്. പുലർച്ചെ 3 മണി എന്ന് പറഞ്ഞാൽ അപ്പോൾ മൂന്നാറത്തെ ക്ലൈമറ്റ് പറഞ്ഞാൽ മഴയാണ്, നല്ല തണുപ്പാണ്. ആ കാലാവസ്ഥയിൽ നമ്മളൊക്കെ 2 പുതപ്പ് മേത്തിട്ട് കിടക്കുന്ന നേരത്ത് ഓൻ ഒറ്റയ്ക്ക് എണീറ്റ് കൊളുക്കുമല ട്രെക്ക് ചെയ്യാൻ പോയി. അതിൻ്റെ ശേഷം ഇപ്പോൾ അതാ ഞങ്ങളെ കൂടെ കൂടി ഞങ്ങൾ ഒരുമിച്ച് വട്ടവട പോവാണ്. എന്താ എനിക്ക് പറയാനുള്ളത്? അടുത്തെന്ന് പറഞ്ഞു കൊടുക്കുക. എന്താ പറയാന്ന് വെച്ചാൽ ഞാൻ അങ്ങ് ഇറങ്ങിയതാണ്, ഫ്രണ്ട്സിനൊന്നും കൂട്ടിയില്ല, ഒറ്റയ്ക്ക് ഇറങ്ങുമ്പോൾ വേറെ വൈബ് തന്നെയാണ്. ഞാൻ ഇപ്പം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇറങ്ങുന്നത് ദൂരേക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഇത്രയും ദൂരം ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഞാൻ ഇപ്പം കുളുക്കുമല പോയി ഈ റൂട്ടിൽ യാത്ര ചെയ്ത് എനിക്ക് എന്താ ഫീൽ എന്താ തോന്നുന്നത്? കുറച്ച് മുന്നേ തോന്നുന്നുണ്ടോ? സത്യം നമ്മൾ ഇപ്പം ഗൂഗിൾ മാപ്പ് ഇട്ട് പോവുകയാണെങ്കിലും വേറെ വഴി കൂടെ ചെറിയ വഴി കൂടെ പോകുമ്പോൾ കുറേ സാധനം വെറൈറ്റി സാധനം കാണാം. അപ്പം എല്ലാവരും വരിക, അടിച്ചു പൊളിക്കുക. വീണ്ടും മഴ പെയ്തു, റോഡ് നല്ല ബ്ലോക്ക് ആയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ടോപ്പ് സ്റ്റേഷൻ എത്താനായിട്ടുണ്ട്. പൊടിഞ്ഞിരുമ്പോ ഈ ചങ്ങായി എടുത്ത് ബാക്കിയിരുന്നത് ബാക്കിൽ വണ്ടി കാണില്ലേ ഒരു അയാൾ ബാക്കിൽ നോക്കാം. സൈഡ് ഗ്ലാസ് കിട്ടൂല, നമ്മൾ ബസ്സിന് നേരെ ബാക്കിലാണ്. എടാ എടാ നിങ്ങൾ ഫുള്ള് അടിച്ചാൽ കിട്ടുമല്ലോ സാധനം. എടാ ഒന്ന് ഫുള്ള് അടിച്ചാൽ കിട്ടും, ഒന്ന് ഫുള്ള് അടിക്കാൻ പറയും, അതിലുണ്ട് ഇറക്കിയാൽ കിട്ടുമോ? ഒന്ന് ഫ്രണ്ട് എടുക്ക, അത് അയിമക്കാ കൊണ്ടുപോകണേ. ഇറക്കിയാൽ കിട്ടും ഫ്രണ്ട്. എടാ അതിൽ ഫ്രണ്ട് ഇറക്കിയാൽ കിട്ടൂടാ. ഈ കണ്ടാറക്കാരൻ കേക്ക് വരുമെന്നുള്ള പേടിക്കുന്നു. ഫുൾ ബ്ലോക്ക്. ഈ ബസ് ഇപ്പം നമ്മൾ നേരത്തെ കൂടി റിവേഴ്സ് വന്ന് കയറ്റീന്. എന്താ വിഷയം? കയറ്റിയ ചവിട്ടരുത് ചവിട്ടരുത്. ഇടണ പായി ഇടണ കേട്ടോ. ബാഗിലൊക്കെ സാധനം ജസ്റ്റ് ഇട്ട് വെച്ചാൽ മതി, കാറ്റൊന്നുമല്ല. ഹെൽമെറ്റ് ആയതെന്നായി, ഇല്ലെങ്കിൽ തലമുട്ടി.
ഇട്ടിട്ടുള്ള ഒരു രക്ഷയില്ല. വരികയാണെങ്കിൽ ഇപ്പോൾ പോയി 3 മണിക്ക് വെയിറ്റ് ചെയ്യണം അല്ല, വരികയാണെങ്കിൽ ഇപ്പോൾ വരണം. നാളെ കഴിച്ചിട്ട് കാര്യം ഇന്ന് വന്നാൽ അടിപൊളിയാണ്. ഞങ്ങൾ ഇവിടുന്ന് നല്ല ചൂട് മാഗി കഴിക്കാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആളുകളുണ്ട്. അവരുണ്ട് പുറത്തിറങ്ങി നമ്മൾ കയറും. നമ്മൾ ഏകദേശം ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട്. അവന് പോയിൻ്റെ ശേഷം നമുക്ക് ഒറ്റ എടുക്കലെടുക്കാം. അത് കൊണ്ടൊന്നും ഇല്ല എന്നുള്ളത് ബോധ്യമായി. ലാസ്റ്റ് ഉണ്ടോ? കാല് കുത്തേണ്ടി വന്നാൽ പണിയാവും. ലഡാക്കിലൊക്കെ ഒരുപാട് റിവർ ക്രോസ് ചെയ്യാനാണ് നമുക്ക്. ചളി ചളി ചെറിയൊരു കടവ്. ഈ ബാഗിന് കവറിടല് നിർബന്ധാട്ടാ. അപ്പോൾ നമ്മൾ വട്ടവടൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി വട്ടവടേക്കാണ് പോകുന്നത്. ഇതാ പക്ഷെ അവിടെ റെഡിയാണ് അല്ലേ? സ്റ്റേഷൻ്റെ വ്യൂ പോയിന്റിൽ നമ്മൾ ഇറങ്ങിയിട്ടില്ല. അവിടെ നല്ല തിരക്കാണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇറങ്ങാന്നുള്ള പ്ലാനിലാണ് നമ്മളവിടെ ഇറങ്ങാതിട്ടുള്ളത്. ഫോറസ്റ്റിലൂടെ സഞ്ചരിക്കണം. നല്ല കിടിലൻ ആംബിയൻസ് ആണ്. മഴ പെയ്ത് ചോർന്ന് നിൽക്കുകയാണ്. അടുത്ത മഴ ഇങ്ങനെ ഇപ്പോൾ വരും എന്നുള്ളതിലാണ് നിൽക്കുന്നത്. നല്ല ഇരുട്ട്, കോട മൂടിയ ഒരു അന്തരീക്ഷം, നല്ല തണുപ്പാണ്, അടിപൊളി, ഒരു രക്ഷയില്ലാത്ത വൈബാണ്. ഇതാ നമ്മളെ കൊൽക്കുമല ട്രെക്ക് ചെയ്യാൻ പോകുന്നതിന് കുട്ടി നമ്മൾ ഇങ്ങോട്ട് കൊടുന്ന് വട്ടവട എത്തിച്ചവനെ. ഞങ്ങളൊപ്പാണ്. ഓ ആടാ എമ്മ ഫോഗില്ലേ, സൂപ്പർ പൊളി ഫോഗ് നോക്കാണി. ഇനി ഈ ഗോപ്പറിൻ്റെ ലെൻസും വന്നിട്ട് അടിഞ്ഞിട്ട് ക്ലിയർ പോകുമെന്നുള്ളത് അറിയില്ല കേട്ടോ. വീഡിയോ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. ഇപ്പം നല്ല ഫോഗ് ഉണ്ട്. അവൻ്റെ വണ്ടിയും വരുന്നിട്ട് വീഡിയോ ചെയ്യണം. അവൻ്റെ ഇപ്പം കയറുജി എടുത്തു തരുമോ? എടാ എൻ്റെ വണ്ടി വന്ന് വേണേ കയറ്റിക്കാം. വേഗം കയറുമ്പോൾ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അതുവരെയും നല്ല മഴ, പക്ഷെ ഇങ്ങോട്ട് മഴ പെയ്തിട്ടില്ല. മാർക്കറ്റ്, വട്ടവട മാർക്കറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചു. റോഡ് അല്പം മോശമാണ്. ഇങ്ങോട്ട് മഴ പെയ്തെന്ന് തോന്നുന്നില്ലേ? ഇവിടെയൊക്കെ കുറച്ച് വെള്ളത കാണുന്നു. ഇന്നലെ പെയ്ത മഴവെള്ളം കെട്ടി നിൽക്കുന്നതാണോന്നും അറിയില്ല. നമ്മളെ കൂടെ മൂന്നാർ KSRTCയിൽ സ്റ്റേ ചെയ്യാണ്ടായിരുന്ന 2 പേരായിരുന്നു. ഇന്ന് രാവിലെ യാത്ര പറഞ്ഞ് പിരിഞ്ഞിരുന്നത് യാദൃശ്ചികമായിട്ട് വീണ്ടും വട്ടവട വെച്ച് കണ്ടുപിട്ടി. എൻ്റെ പേരെന്ന് പറഞ്ഞതാ അഫ്സൽ മുസിൻ. 2 പേരും തിരുവനന്തപുരത്താണ് വീട്. അപ്പോൾ നമ്മൾ കാണില്ല എന്ന് കരുതിയായിരുന്നു. യാദൃശ്ചികമായിട്ട് വട്ടവട വെച്ച് വീണ്ടും കണ്ടവരാ. ചാത്തൻ ഇതാ അവനി എത്തിച്ചു ഇവിടെ. അവനായാലും വീട്ടിൽ പോകാൻ നിൽക്കാം. അപ്പം ചന്ദ്രൻ എന്താ പരിപാടി ചോദിച്ചു? ഒന്നുമില്ല, എന്നാ പറഞ്ഞ വട്ടവട വരാൻ. അങ്ങനെ കൂട്ടി ഏതായാലും നമുക്ക് ടെൻറ്റിസ്റ്റാണ്, ഞങ്ങളെ കൂടെ എടുക്കാം, ബാക്കി സെറ്റാക്കാറ്. വട്ടവട എത്തിയപ്പോൾ നമ്മളെ വീഡിയോ കണ്ട ഒരാൾ തിരുമുരുകൻ ചേട്ടൻ്റെ സ്ട്രോബെറി ഫാം ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി വിസിറ്റ് ചെയ്യാൻ പറ്റും. ഇറങ്ങി കണ്ടൂടെ? സ്ട്രോബെറി കാഴ്ചയിൽക്കുണ്ടല്ലോ. നമ്മളിപ്പോൾ വേങ്ങിക്കൊന്നുമില്ല, കാരണം നമ്മൾ വീട്ടുകല്ല പോണേ. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ഇറങ്ങി കണ്ടോ. ക്യാബേജൊക്കെ ഉണ്ടല്ലോ അവിടെ. അവരെ കൃഷിയും കാര്യങ്ങളൊക്കെ നല്ല റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ ചെറിയൊരു ഇല പോലെ സംഭവം അല്ലേ, എന്താണെന്ന് അറിയത്തില്ല. സ്ട്രോബെറി ആ കാണാൻ അതിൻ്റെ ചോട്ടിലാണ്.
അതാ സ്ട്രോബെറി കാഴ്ച നിൽക്കുന്നത്. സ്ട്രോബെറി കാഴ്ച നിൽക്കുന്നത്. പക്ഷെ കായ്കൾ കുറവാണ്. സീസൺ അല്ലാത്തതാണോ അതോ പറിച്ചതാണോ എന്നറിയില്ല. അവിടെയൊക്കെ ഉണ്ട്, കായ്കൾ കുറവാണ്. അവിടെ ഉണ്ട് നല്ല കാഴ്ച, അവിടെ അപ്പുറത്തുണ്ട്. അതൊക്കെ ഒരുപാട് സ്ട്രോബെറി കാഴ്ച നിൽക്കുന്നുണ്ട്. അതുപോലെ മറ്റ് ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ട്. കാബേജ് ആണോ കോളിഫ്ലവർ ആണോ എന്ന് അറിയില്ല. കായ ഉണ്ടായിട്ടില്ല, ഇലമുല നിൽക്കണുള്ളൂ. കാബേജ് ആവാനാണ് സാധ്യത കാണുന്നത്. പിന്നെ ഇവിടെയൊക്കെ അതാ സ്ട്രോബെറീൻ്റെ ഒരുപാട് തൈകളുണ്ട്. കാജ അവിടെ ഒരു സൂര്യകാന്തി ഉണ്ട്, അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കോവിലൂർ ഗ്രാമം മാറിയല്ല. കോവിലൂർ കൊട്ടാക്കൊമ്പൂരൊക്കെ നമ്മളെ റൂട്ടിലുള്ളതാണ്. എന്താ ചേരല ഇതുപോലുള്ള റോഡുകൾ ഇതൊക്കെ തിരിച്ചിട്ട് കയറി പോകുന്ന പ്രതീക്ഷിക്കാം. നമുക്ക് കുത്തനുള്ള കയറ്റാണ്. കൃഷിത്തോട്ടങ്ങളുടെ ഇടയിൽ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. വളരെ മോശം റോഡ് എന്ന് പറഞ്ഞാൽ വളരെ മോശം റോഡ്. കോവിലൂർക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം വാങ്ങോ. അത് പേരെന്തായിരുന്നു? വിജിത്ത്, വിഷ്ണു, വിമൽ. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പോൾ ഇതിനൊരു മറന്നത്. ഇവിടെ വീട് ഇവിടെ തന്നെ എൻ്റെ മുകളിലാ. ഗ്രീന, അതാണ് എൻ്റെ വീട്. യൂട്യൂബ് ചാനലിൻ്റെ പേര് വില്ലേജ് വൈബ്സ് ഇർഷാദ്. അങ്ങനെ നമ്മൾ കോവിലൂരിൽ നിന്ന് തിരിക്കുകയാണ്. വാട്ടർഫാൾസ് കാണാൻ ഏകദേശം 3.5 കിലോമീറ്റർ ഇനിയും പോകാണ്ട്. അപ്പോൾ ഇനി നാളെ രാവിലെ പോകാന്നുള്ള ഇതിലാണ്. കാരണം മഴക്ക് സാധ്യത ഉണ്ട് ഇവിടെ. നമ്മളവിടെ പോയി പെടും. ഈ റോഡ് ഇനി കയറ്റി മുകൾക്ക് എത്തലാണ് ഒരു ടാസ്ക്. കൊണ്ടുപോയി നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. റോഡിൻ്റെ മോശം മാത്രമല്ല, അത്യാവശ്യം ലഗേജ് വണ്ടിയിലുണ്ട്. കയറി പോകുന്നതിനെ പ്രതീക്ഷിക്കാം. വരെ കുഴപ്പമില്ലാതെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ അവിടുന്ന് ഇടയിൽ ചെറല് കഴിഞ്ഞെടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആദ്യത്തെ ഒരു കടമ്പ കഴിഞ്ഞ് ഇനി കുറച്ച് മുന്നോട്ട് പോകണം. ഇവിടെയാണ് കുറച്ച് പണിയുള്ളത്. ഇവിടെ ചെറല് നല്ല ഉയർന്ന് കിടക്കുന്നുണ്ട്. ഇതിൽ കൂടി ഇത് ഗ്രിപ്പ് കിട്ടുമോ കയറി പോവുക എന്നുള്ളതൊന്നും അറിയില്ല. നോക്കാം നമുക്ക്. എനിക്ക്
അവര് പോരാ, ഞാൻ കാലുകൊണ്ടൊക്കെ ആക്കിയാണ്. അത്യാവശ്യം നല്ല പവർ കയറി പോന്ന്. കയറ്റം കയറാൻ നല്ല പ്രയാസമുണ്ട് ഈ ലോഡും വെച്ചിട്ട്. ഒന്നാമത് റോഡ് മോശം, ഇനിയും ഉണ്ട് കയറ്റം. അതും കയറി പോന്നു. നല്ല തണുത്ത കാലാവസ്ഥയിൽ ചപ്പാത്തി ചിക്കൻ കറി. ഇതാണ് നമ്മളെ ഷാഫിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടാവും. ആന്റണി ചേട്ടാ വരി. നമ്മളെ ആന്റണി ചേട്ടൻ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിൻ്റെ അപ്പുറത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാ ഞാൻ ഇവിടെ പെർമനന്റ് ആയിട്ടില്ലല്ലോ എസ്റ്റേറ്റിലെ പണിയാൻ പോയത്. അപ്പൊ ആ ടെമ്പററി ആകുമ്പോൾ പണി നിർത്തിയ ഇവിടെ പണിയാ വരും. അങ്ങനെയാണ് ഇവിടെ മുകളിലെ ഫോറസ്റ്റ് കൂപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ 80 പേര് ലോഡിങ് കയറി തടി ചുമക്കാനായിട്ട് ലോഡ് കയറാനായിട്ട് ഞങ്ങൾ പോകും. 50 രൂപ ഇവിടെ ജോലിക്ക് വന്നത്. അപ്പം ഞങ്ങൾ ലോഡ് കയറ്റുമ്പോൾ ഒരു ടണ്ണിക്ക് 55 രൂപ. ഞങ്ങൾ 20 ടണ്ണ് കയറ്റും. ഞങ്ങൾ 6 പേര് ലോഡ് കയറ്റും. ഇങ്ങനെ പറയുമ്പോലെ ഇവിടെ എസ്റ്റേറ്റിൽ ഇവിടെ പണിയാ വരും. ഞങ്ങൾ ഇവിടെ അവിടെ പണിയാ ലോഡ് കയറ്റാൻ പോകും. ഇങ്ങനെ ആണാ എന്റെ ഒപ്പം തന്നെ ഇവിടെ തടി പിടിച്ചിട്ടുണ്ട്. ഈ പണി നോക്കിട്ടാ ഇവിടെ പ്രേമിച്ച് ആണാ വലിയ ഫാമിലിയാ. ഏറ്റവും അപ്പന് ഇവര് അപ്പണ 13 പേര് ആണുങ്ങള് 2 പെണ്ണുങ്ങളാ ഇവരെ വീട്ടില് വലിയ ഫാമിലിയാ. ആണാ അപ്പം മരിച്ചുപോയി, അമ്മ മാത്രമേ ഉള്ളൂ. വലിയ ഫാമിലിയാ. ഞാൻ പെണ്ണ് ഒരു വീട്ടിലെന്ത് എടുത്തത് എന്തെങ്കിലും ഒരു വീട്ടില് ഒരു നല്ല കാര്യം നടക്കണമെങ്കിൽ ആ ഒരു ഫാമിലി മൊത്തം വരും. ഇവര് അപ്പം മരിച്ചിട്ട് എത്ര കൊള്ളായി? 4 കൊല്ലം. അത് എന്നാന്ന് പറയട്ടെ, ഇവിടെ ഒരു ചെറിയ മുളക് ഉണ്ടായിരുന്നു. അത് എൻ്റെ മോൻ പ്രസവിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അപ്പം തന്നെ ഓപ്പറേഷൻ പണി ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ചില കൂട്ടിൽ തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. അവർ പേടിച്ചു പോയി. ഇത് മൊത്തം ക്യാൻസറായി. അതല്ല അച്ഛന് ഇവര് അപ്പണ അല്ല കല്യാണത്തിനപ്പോ ഒരു എതിർത്തില്ലേ? അത് മൊത്തം ഇങ്ങനെ എന്നെ ഒരു പെണ്ണ് വിളിക്കാൻ വരുവാ. പക്ഷെ വേണ്ടാന്ന് പറയാൻ പറയുവാ എന്റെ അടുത്ത്. വേണ്ട, നമുക്ക് ഈ കല്യാണം നിർത്തിയാ മതി. അങ്ങനെയാ ചെന്നൈയിലെ ചോദിച്ചു, മധുരയിലെ ചോദിച്ചു, ബാംഗ്ലൂരിലെ ഒന്ന് ചോദിച്ചു. ഇവിടെ അച്ഛനോട് സമ്മതിച്ചില്ല. ഇവള് സമ്മതിച്ചില്ല. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, നിനക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ എന്നെ കെട്ടിയാ മതി. കാരണം ഞാൻ കൂലിപ്പണിയാ ചെയ്തത്. ലോഡിങ്ങാ, തടി ലോഡിങ്ങാ കയറ്റുന്നത്. ഞാൻ പിടിക്കുന്ന തടി ഇവിടെ ഒന്നിച്ചു പിടിച്ചു. ഞാൻ എങ്ങനെ തടി പിടിക്കുന്നുണ്ട് അതുപോലെ ഒന്നിച്ചു പിടിച്ചു. അതല്ല അണ്ണാ, അപ്പൊ വരെ വീട്ടുകാര് പിന്നെ എങ്ങനെ സമ്മതിച്ചു? വേണ്ടെന്ന് പറഞ്ഞു. ഇവര് വീട്ടിൽ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പിന്നെ അവരെ സമ്മതം ഇല്ലാതെ അത് അല്ല ചേച്ചിന്റെ അച്ഛനക്ക് എന്താ വേറെ മതത്തിൽപ്പെട്ട ആളെ വിഷയമായിരുന്നു. ഇവര് പള്ളിയിലെ പോയി കെട്ടണോണ്. ഇവർ ഒരു താലി മേടിച്ചിട്ടുണ്ട്. ഇവർ പെന്തക്കാർ ഒരു താലി മേടിച്ചു. അപ്പൊ 2 താലി എന്റെ അപ്പൊ അപ്പന് അമ്പലത്തിൽ നിന്ന് കല്യാണം നടത്താണെ അപ്പം കെട്ടിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവർക്കുള്ള തർക്കമാ. എവിടുന്ന് കല്യാണം നടത്തുന്നില്ല, അമ്പലത്തിൽ വെച്ചിട്ടാണോ പള്ളിയിൽ? അപ്പൊ അവര് എല്ലാരും ചേർന്ന് വീട്ടിലെ വെച്ച് കെട്ടാൻ പറഞ്ഞു. അങ്ങനെ കെട്ടി. ഇപ്പൊ 25 വർഷമായി. ഒരു പ്രശ്നമില്ല. ഇപ്പൊ അച്ഛനും വീട്ടുകാരൊക്കെ ബന്ധണ്ടാ? എല്ലാരും ബന്ധമുണ്ട്.
അവർ മരിക്കാൻ സമയത്ത് കൂടെ എന്നെ വിളിച്ചിട്ടാ മരിച്ചത്. ഏത് സമയം എന്തായാലും ഇവര് അച്ഛൻ ഇവിടെ വന്ന് കിടക്കുള്ളൂ. പോകാതെ ഒരു ദിവസമല്ല ഇപ്പോഴും ഞാൻ ഓർക്കാതെ ഇങ്ങനെ നടക്കുക. നിങ്ങൾ ഓർത്ത് ഞങ്ങള് ഒരു അടി ഇങ്ങനെ അടിച്ചിട്ടില്ല എൻ്റെ അച്ഛൻ. അങ്ങനെ ഞങ്ങളെ 4 മക്കളെ വളർത്തിയെടുത്ത്. ஆனால் കഷ്ടപ്പെട്ടു ഞങ്ങൾ ഭക്ഷണத்துக்கோ எல்லாத்துக்கும் ഡ്രസ്സൊക്കെ. ഇപ്പം എന്നാ മക്കളെ അടിച്ച് പൊളിച്ച് നടക്കുക. ഞങ്ങൾ ഈ ഒരു ഡ്രസ്സ് മേടിച്ച് കൊടുത്താൽ അടുത്ത കൊല്ല വരയ്ക്കും ഇങ്ങനെ കീറാതെ ഇങ്ങനെ വെക്കണം. ആണോ ഇവര് അച്ഛന് ആരെടുത്തോ ഒരു ചീത്ത വാർത്ത മരിക്കുന്ന വരയ്ക്കും ഒരു തുഷ്ടமான വാർത്ത ഇതുവരെയൊക്കെ വന്നിട്ടില്ല. നല്ല ഇങ്ങനെ വണ്ണമുണ്ട്. പിന്നെ അവർ ക്യാൻസർ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ക്യാൻസറാ? ഞാൻ തമിഴ്നാടൊക്കെ കൊണ്ടുപോയി നോക്കി, പറ്റൂല പറഞ്ഞിട്ടില്ല. മൊത്തം ഈ ചെറിയ മുള ഈ ചെവിക്കകത്ത് കേറിയിട്ട് അച്ഛൻ രാത്രി മരിക്കാൻ പോവുക. അപ്പൊ ഒരു 3 മണി വെളുപ്പാങ്കാലത്ത് എന്നെ വിളിച്ചിട്ട് എന്നെ വന്ന് കൊണ്ട് വിളിച്ചിട്ട് പോവാ. ഇവിടെ വണ്ടി വിളിച്ചിട്ട് വന്നേരാണ് കുറേ വിളിച്ചിട്ട് ഫോൺ കട്ടായി. എന്താ ഫോൺ കട്ടായിട്ട് തിരിച്ചു വിളിക്കുമ്പോ അച്ഛൻ മരിച്ചെന്ന് അവർ പോയി എൻ്റെ അനിയും പറഞ്ഞു. അണിയല്ല എന്റെ മോള പറഞ്ഞു. എന്റെ മോള് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ മോള് വലിയ കാര്യമാണ്. എപ്പോഴും പറയും അമ്മ ഇങ്ങനെ ഇഷ്ടമല്ലാതെ കെട്ടിപ്പോയി, നീ അങ്ങനെ പോരത്. അതല്ല, നിങ്ങളെ ഈ കല്യാണത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് എത്രയാണ് വയസ്സ്? 19. നിങ്ങൾക്കോ? എനിക്കോ? ഇവർക്ക് 27. 27. കാരണം എനിക്ക് വ്യത്യാസം ഒന്നുമില്ല കേട്ടോ. കാരണം ചെറുപ്പത്തിലിരുന്ന് നമ്മള് അച്ഛനും അമ്മയും നോക്കാനായിട്ട് വേണ്ടി ചെറുപ്പത്തിലിരുന്ന് ഞാൻ കഷ്ടപ്പെട്ട് സ്കൂളിൽ പോയിട്ടില്ല. സ്കൂൾ തീരെ പോയിട്ടില്ല. നിങ്ങൾ ചേച്ചി പോയിക്കണ സ്കൂൾക്ക്? എത്ര വരെ പോയി? 5ാം ക്ലാസ് വരെ. 5ാം ക്ലാസ് വരെ. ഞാൻ സ്കൂൾ വാദമൊക്കെ പോയിട്ടില്ല. ഞാൻ പറയാലോ എന്നു പറയട്ടെ. ഇപ്പൊ എനിക്കുള്ള റിക്കാർഡ് എന്ത് എനിക്കുള്ള ഇത് തന്നെ രേഖ കിട്ടുള്ളൂ. ഇന്ത്യ ഒട്ടു എവിടെ എന്റെ പേര് ഇട്ടിട്ട് ഞാൻ സ്കൂൾ വാദമൊക്കെ പോയിട്ടില്ല. കാരണം അച്ഛനെ അമ്മയും നോക്കണം, എൻ്റെ അനിയനുണ്ട്. ഞങ്ങൾ 4 പേരേ ഉള്ളൂ. ഇപ്പൊ അച്ഛൻ മരിച്ചിട്ട് ഇപ്പം 6 കൊല്ലായി. അമ്മ മാത്രമേ ഉള്ളൂ. അനിയനുണ്ട്. അവൻ പെണ്ണ് കെട്ടി 3 പിള്ളേരായി. അച്ഛൻ മേടിച്ച സ്ഥലം ഇതുവരെ ഞങ്ങൾ വീഴ്ചിട്ടില്ല. 1 ഏക്കറുണ്ട്. പറഞ്ഞാ പിന്നെ നമുക്ക് പെരിയ ദേശീയ കുടിക്കുന്ന കഞ്ഞിക്കൂട്ടിലെ തന്നെ എനിക്ക് ഈ വയറ്റില് നിറയില്ല. ഇങ്ങനെയാ കിടക്കുന്നത്. ആന്റണി ചേട്ടൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് നമ്മൾ താമസിക്കണേ വട്ടവട. നമ്മളെ ഫേസ്ബുക്കിലെ സുഹൃത്തുക്കളായ ഷാഫിക്കും സുഹീദും നമുക്ക് ഏർപ്പാടാക്കി തന്നാണിത്. അപ്പൊ നമ്മുടെ അണ്ണനുണ്ട് ആന്റണി ചേട്ടന്. അപ്പൊ ഈ ആന്റണി ചേട്ടന്റെ ഒരുപാട് വിശേഷങ്ങൾ, അതുപോലെ ഒരു പഴത്തോട്ടം എന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മളുള്ളത്. കാരണം ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സിന്റെ കൃഷി ഇതൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പൊ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.